ക്രിസ്മസിന് പുൽക്കൂടൊരുക്കി വീട് നിറയെ നക്ഷത്രങ്ങൾ തൂക്കി ഉണ്ണിയേശുവിന്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കാറില്ലേ? അങ്ങനത്തെ ഒരു ക്രിസ്മസ് രാത്രിയിലാണ് ഫീലിയുടെയും ഫോബിയുടെയും വീട്ടിൽ നിന്ന് ജിമ്മൻ എന്ന നായയെ കാണാതാവുന്നത്. ജിമ്മനെ അന്വേഷിച്ച് ഫീലിയും ഫോബിയും നടത്തിയ യാത്രയും അതിന്റെ തുടർച്ചയുമാണ് ഒരു കാടരികു കഥ എന്ന നോവൽ. ഉണ്ണിയേശുവിന്റെ പുൽക്കൂടിനു മുകളിൽ വെട്ടിത്തിളങ്ങുന്ന വലിയ നക്ഷത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിലേറി അമ്മയാനയുടെയും കുട്ടിയാനയുടെയും കൂടെ കാട്ടിലെ പറക്കും കൊട്ടാരത്തിലേക്ക് അവരൊരു യാത്ര പോകുന്നു. കുന്നിന്റെ മണ്ടയിൽ നിന്നും വൈരക്കൽ പാലത്തിലൂടെ നടന്ന് കൊട്ടാരത്തിലെത്തിയ അവർ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? മുകളിൽ തൂങ്ങിയാടുന്ന മിന്നാമിന്നി വിളക്കുകൾ, ജനാലകളിൽ ചിലന്തിപ്പട്ടുനൂൽ തിരശീലകൾ, നിലത്തു പച്ചപ്പായൽ പരവതാനികൾ, പിന്നെയോ ആനക്കുഞ്ഞിരുന്നിട്ടും പൊട്ടാത്ത നീർക്കുമിളകളാൽ തീർത്ത ഇരിപ്പിടങ്ങൾ. യേശു അപ്പാപ്പന്റെ സ്വർഗമോ ഇതെന്ന് അവർക്ക് തോന്നിപ്പോയി. പക്ഷേ അതൊരു കൊട്ടാരമായിരുന്നില്ല, ഒരു ആശുപത്രിയായിരുന്നു. പറക്കുന്ന ആശുപത്രി. ചെന്നായ്ക്കളായിരുന്നു അവിടുത്തെ ഡോക്ടർമാർ. മനുഷ്യവാഹനങ്ങൾ ഇടിച്ച് ആശുപത്രിയിലായ ആന മുതൽ പ്ലാസ്റ്റിക് തിന്ന് വയറുയർത്ത കുരങ്ങനും എയർഗൺ കൊണ്ട് വെടിയേറ്റ കടുവ വരെയും അവിടെ രോഗികളായുണ്ട്. മനുഷ്യന്റെ ഉപദ്രവങ്ങളേറ്റ മൃഗങ്ങളുടെയും മരത്തിന്റെയും മണ്ണിന്റെയും വെള്ളത്തിന്റെയും മുറിവുണക്കുന്ന ആശുപത്രിയാണത്. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഫീലിയും ഫോബിയും പ്രകൃതിയെ നശിപ്പിക്കുന്ന ഭാരങ്കര രാജാവിന്റെയും കിങ്കരന്മാരുടെയും ചൂഷണങ്ങൾക്കെതിരെ എല്ലാ ജീവജാലങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് പോരാടുന്നു. നമ്മുടെ കുട്ടികളും ഇത്തരത്തിൽ പ്രകൃതിയെ അറിയേണ്ടതില്ലേ? കാടിന്റെ മണമറിയാൻ അവരും ഫീലിക്കും ഫോബിക്കുമൊപ്പം ഒരു യാത്ര പോകട്ടെ. ജയദേവിക എഴുതി റാറ്റ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ നോവൽ ഒരു കാടരികു കഥ വായിക്കാം. വളരെ ലളിതമായ ഭാഷയിൽ വർണ്ണചിത്രങ്ങളോടെ തയ്യാറാക്കിയ ഈ പുസ്തകം പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വ്യക്തമായി അവതരിപ്പിക്കുന്നു.